last topic given to us is the communication between the husband and wife. ഇന്നത്തെ അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം എന്നുള്ളതാണ്. Now when we think of communication, നാം ആശയവിനിമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ why should we communicate? എന്തുകൊണ്ട് നാം ആശയവിനിമയം നടത്തണം? Is there a difference in our communication than the rest of the creations of God? ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആശയവിനിമയത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Now primarily we see in Genesis chapter 1 verse 26-27 that we are created to communicate. ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ 27 വാക്യങ്ങളിൽ നാം പ്രാഥമികമായിട്ട് കാണുന്നത് നാം പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. Because God is a God who is communicating. He is a communicating God. ആശയവിനിമയം നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And man is created in his own image and likeness. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. So we are created in such a way that we can communicate. നമുക്ക് ഈ ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ള വിധത്തിലാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. God created male and female so that they would communicate. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. അവർക്ക് തമ്മിൽ ആശയവിനിമയം ചെയ്യുവാനുള്ള കഴിവ് കൊടുത്തു. So communication is the intended purpose, one of the purposes by which God has created us. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഒരു ഉദ്ദേശമാണ് ഈ പരസ്പരം ആശയവിനിമയം ചെയ്യുക എന്നുള്ളത്. Secondly, when we think about why we should communicate, രണ്ടാമതായിട്ട് എന്തുകൊണ്ട് നാം ഇങ്ങനെ ആശയവിനിമയം ചെയ്യണം എന്ന് ചിന്തിച്ചാൽ, we are, or the husband-wife relationship is the picture of Christ-church relationship. ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. There is always a communication between the church and Christ. എപ്പോഴും സഭയും ക്രിസ്തുവും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. That picture should be shown forth through the families. അത് ആ ചിത്രം കുടുംബത്തിലൂടെ കാണേണ്ടതാണ്. So constant communication is required to develop an intimate relationship. ഊഷ്മളമായ ഒരു ബന്ധം നടക്കുന്നതിന് വേണ്ടി ആ നിലയിലുള്ള നിരന്തരമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യമുണ്ട്. Breakdown in communication causes damage to relationship. ഈ ആശയവിനിമയം നിന്നു പോകുമ്പോൾ ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകുന്നു. And breakdown in communication sends a wrong message to the outside world. ആ നിലയിലുള്ള പ്രശ്നങ്ങൾ മറ്റാളുകൾ കാണുമ്പോൾ അത് തെറ്റായ ഒരു സന്ദേശമാണ് നാം അവരിലേക്ക് നൽകുന്നത്. So we are always intended to communicate. നാം എപ്പോഴും നാം ആശയവിനിമയം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ്. I remember once we were traveling in the train. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ And myself and my wife, we were sitting on one side and there is a lady on the other side. സഹോദരനും ഭാര്യയും ഒരു ഭാഗത്തിരുന്നു, മറ്റൊരു സ്ത്രീ അതിന് ഓപ്പോസിറ്റ് ഇരുന്നു. And another man was sitting opposite her. അതിനെതിരായിട്ട് മറ്റൊരു വ്യക്തിയും ഇരുന്നിരുന്നു. And this lady, we were traveling for about 6-7 hours. ഏകദേശം 6-7 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. All through these 7 hours, this lady was not talking or opening her mouth, sitting by herself. ഈ യാത്ര ചെയ്യുന്ന സമയം മുഴുവനും ഈ സ്ത്രീ ആ ഭർത്താവുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. And we were thinking maybe she's irritated with the man who is sitting in front. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു ഒരുപക്ഷെ ഈ മനുഷ്യനുമായിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ അങ്ങനെ ഇരിക്കുന്നതെന്ന്. And finally when the destination came, അതിന്റെ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ this man got up to call the baggages, she also got up and both of them walked out together. ഈ രണ്ടുപേരും അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവർ ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറങ്ങി. Then only we realized they were husband and wife. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. But it's a rare ability for a husband and wife not to talk for 7 hours together. 7 മണിക്കൂർ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കാതിരിക്കുന്നത് ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. It sends a wrong message to the world. അത് ലോകത്തിനൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. So we need to communicate. അതുകൊണ്ട് നാം ആശയവിനിമയം ചെയ്തേ മതിയാകുകയുള്ളൂ. When we think of communication, നാം ആശയവിനിമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ what's involved in communication? അതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്? I remember the story of 2 people. ഞാൻ 2 വ്യക്തികളുടെ ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. 2 old friends, very elderly people. 2 പ്രായമുള്ള പഴയ സ്നേഹിതന്മാർ. After so many days they met one another. They were on the road when they were walking. വളരെ നാളുകൾക്ക് ശേഷം അവർ നടന്നു പോകുമ്പോൾ റോഡിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുന്നു. So one person asked the other man like this. ഒരു വ്യക്തി മറ്റേയാളോട് ഇങ്ങനെ ചോദിച്ചു, "Hey, are you going to the market?" നിങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണോ? The other man said, "No, I'm just going to the market." മറ്റേ വ്യക്തി പറഞ്ഞു, ഇല്ല ഞാൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. So this man said, "Oh, I'm sorry, I thought you were going to the market." മറ്റേയാൾ പറഞ്ഞു, ഓക്കെ ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു നീ മാർക്കറ്റിലോട്ടാ പോകുന്നതെന്ന്. Now what's the problem there? അവിടെ എന്താണ് പ്രശ്നം? Both of them spoke. 2 പേരും വർത്താനം പറഞ്ഞു.
But the communication is not complete. എന്നാൽ ആ ആശയവിനിമയം പരിപൂർണമായിരുന്നില്ല. So when we think of communication, there are very important aspects that are involved in the communication. നാം ആശയവിനിമയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ഘടകങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. The first thing is conveying. ആദ്യത്തെ കാര്യം അത് അറിയിക്കുക എന്നുള്ളതാണ്. Or the process of sending the message across to the other person. മറ്റൊരാളിലേക്ക് ആ സന്ദേശം അയക്കുന്ന ആ പ്രക്രിയ. Your intention or your feeling should be sent. അവരുടെ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ വികാരങ്ങളോ മറ്റുള്ള ആളിലേക്ക് അറിയിക്കുക. It may be by way of talking or some signs or writing, whatever way. അതൊരു പക്ഷേ എഴുത്ത് മുഖാന്തരമോ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത് മുഖാന്തരമോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുന്ന വിധയോ ആ നിലയിൽ എന്തും ആയിക്കൊള്ളാം. So first you have to convey your intention, your feeling to the other person. ആദ്യമായിട്ട് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ മറ്റാളെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. But the second step is receiving. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ഈ ലഭിച്ച ഈ സന്ദേശത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. The other person must be able to receive the message, understand that. ഈ അറിയിച്ച കാര്യങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാൻ മറ്റേ വ്യക്തിക്ക് ഇടയാകേണ്ടതുണ്ട്. So receiving is the process of intake of the conveyed message. ഈ അറിയിച്ചിട്ടുള്ള ആ ആശയങ്ങളെ അത് സ്വീകരിക്കുന്ന പ്രക്രിയക്കാണ് ഇത് ഇവിടെ കാണുന്നത്. It may be by listening, അതൊരു പക്ഷേ അത് ശ്രദ്ധിക്കുന്നത് മുഖാന്തരമായിരിക്കാം, or watching, അല്ലെങ്കിൽ നോക്കുന്നത് മുഖാന്തരമായിരിക്കാം, അല്ലെങ്കിൽ വായിക്കുന്നത് മുഖാന്തരമായിരിക്കാം. But you have to receive that message what is communicated. ഏത് വിധേനയാണെങ്കിലും ഈ അറിയിക്കപ്പെട്ട ആ സന്ദേശത്തെ താൻ സ്വീകരിക്കേണ്ടതുണ്ട്. Thirdly, മൂന്നാമതായിട്ട് it is grasping. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. So what is heard or listened must be understood, grasped. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഈ സ്വീകരിച്ച കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. Somehow you need to know what he or she is trying to tell me. മറ്റേ ഒരാൾ എന്താണ് നമ്മെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുള്ള ആ കാര്യത്തെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ നാം മനസ്സിലാക്കുക. What is the intention behind this communication? ആ സന്ദേശത്തിന്റെ ആ ആശയവിനിമയത്തിന്റെ ഉദ്ദേശം എന്താണ്? Why did he tell this now? ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവർ എന്നോട് പറഞ്ഞത്? So I need to understand that. അത് വേണ്ട വിധത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. It may be by analyzing the statement, ഒരു പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളെ അപഗ്രഥിച്ചു നോക്കുകയായിരിക്കാം, evaluating that statement, വിശകലനം ചെയ്ത് നോക്കുകയായിരിക്കാം, reasoning that statement, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവേചിച്ചു നോക്കുകയായിരിക്കാം. So grasping, even then the communication is not complete. ഈ മനസ്സിലാക്കുന്നത് വെച്ച് അവിടെ കൊണ്ട് ഈ ആശയവിനിമയം അവസാനിക്കുന്നില്ല. The final step is reciprocating. അതിന്റെ അവസാനത്തെ പടി എന്ന് പറയുന്നത് അതിനോടുള്ള പ്രതികരണമാണ്. That is to reply, send a reply. അതിനുള്ള ഒരു മറുപടി, വേണ്ട വിധത്തിലുള്ള മറുപടി നൽകുക എന്നത്. The other person should understand, yes, she got the message or he got the message. ഈ ആദ്യത്തെ ആൾക്ക് മനസ്സിലാകണം, ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളുടെ സന്ദേശം വേണ്ട വിധത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കി എന്ന്. So when all these things are completed, then only we can say the communication is complete. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ പൂർണ്ണമായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ആശയവിനിമയം നടന്നു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. So the message is communicated. അതുകൊണ്ട് ആ സന്ദേശം അവിടെ അറിയിക്കപ്പെട്ടു കഴിഞ്ഞു. I receive, എനിക്കത് ലഭിച്ചു, I understand, ഞാനത് മനസ്സിലാക്കി, then I reciprocate, I respond to that. ഞാൻ അതിന് വേണ്ട വിധത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. Now in the proper communication, ശരിയായിട്ടുള്ള ഈ ആശയവിനിമയത്തിൽ there are certain prerequisites for effective communication. ഉത്തമമായിട്ടുള്ള ഈ ആശയവിനിമയത്തിന് ചില ഘടകങ്ങൾ നേരത്തെ ആവശ്യമായിട്ടുള്ളതുണ്ട്. One is a familiar mode. അത് പരിചിതമായിട്ടുള്ള ഒരു മാർഗം വേണം. Every communication, especially when we think about between the husband and wife, there has to be a familiar mode for that. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സംസാരത്തിൽ പ്രത്യേകിച്ച് അവർക്ക് തമ്മിൽ മനസ്സിലാകുന്ന ഒരു ആശയവിനിമയ രീതി ആവശ്യമുണ്ട്. There are certain modes which is exclusively private between the husband and wife. No one else will understand that. ചില രീതികൾ മറ്റാർക്കും മനസ്സിലാകില്ല, എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ മാത്രം അവർക്ക് പരസ്പരം മനസ്സിലാക്കുന്നതാണ് ചില രീതി. It may be a sign, അതൊരു പക്ഷേ ആംഗ്യവിക്ഷേപമായിരിക്കാം, a language, ചിലപ്പോൾ ചില ഭാഷയായിരിക്കാം, any other mode which is very familiar between the husband and wife. അല്ല അതേപോലുള്ള ഏതൊരു രീതി ആയിക്കൊള്ളട്ടെ, അത് അവർക്ക് തമ്മിൽ പരസ്പരം മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. But there has to be a familiar mode. എന്നാൽ അവർക്ക് തമ്മിൽ മനസ്സിലാക്കുന്ന ആ നിലയിലുള്ള ഒരു രീതി ആവശ്യമുണ്ട്. Then only that communication will be completed. എന്നാൽ ആ നിലയിലാണെങ്കിൽ മാത്രമേ ആ ആശയവിനിമയം പൂർണ്ണമാകുകയുള്ളൂ. Maybe over the period of years you have developed your own
way of ഒരു communicating പക്ഷേ things. വർഷങ്ങളുടെ പരിചയം മുഖാന്തരം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള നിലയിലുള്ള ഒരു ആശയവിനിമയ രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കാണും. Maybe just a look communicates what he is trying to tell, what she is trying to ഒരു say. പക്ഷേ ഒരു നോട്ടം കൊണ്ട് വേണ്ട ആശയം വിനിമയം ചെയ്ത് കാണും. But it must be a familiar mode. അത് പക്ഷേ അത് രണ്ടുപേർക്കും പരിചയമുള്ള ഒരു രീതിയിലായിരിക്കണം. Secondly, an access to communicate or an unrestricted communication access. രണ്ടാമതായിട്ട് ഈ ആശയവിനിമയത്തിന് തടസ്സമില്ലാത്ത ഒരവസ്ഥ, യാതൊരു പരിധികളും ഇല്ലാത്ത ഒരവസ്ഥ വേണം. There should not be a barrier in communicating to one another. പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് യാതൊരു മതിലോ തടസ്സമോ വേലിയോ ഉണ്ടാകുവാൻ പാടില്ല. That means when I want to tell something to my wife, she should be able to, or I should have an access to share whatever is on my heart. എന്റെ മനസ്സിലുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് എനിക്ക് എന്റെ ഭാര്യയോട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്തും എങ്ങനെയും പറയുവാനുള്ള ഒരു പരിധിയില്ലാത്ത ഒരു സ്വാതന്ത്ര്യം എനിക്ക് അവിടെ ഉണ്ടായിരിക്കണം. Or she should have that access towards me. അതേ നിലയിലുള്ള ഒരു ആക്സസ് എന്നിലും ആ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം. In the initial years of marriage, കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചില നാളുകളിൽ if I want to tell her something about her mother or her father, ആ ഭാര്യയുടെ മാതാവിനെ കുറിച്ച് പിതാവിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ I have to think twice how she is going to take it. How can I communicate? എനിക്ക് രണ്ടു പ്രാവശ്യം ചിന്തിക്കണം എങ്ങനെയാണ് ഞാൻ അത് പറയേണ്ടത്, ഏത് വിധത്തിൽ അത് പ്രകടിപ്പിക്കണമെന്നൊക്കെ. Or if she wants to tell something about my people, no, she has to think twice. എന്റെ ബന്ധത്തിലുള്ളവരെ കുറിച്ച് ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യ 2-3 പ്രാവശ്യം ചിന്തിച്ച് അതിനുശേഷം മാത്രമേ അത് പറയുകയുള്ളൂ. Because of these many things that we want to communicate, we are not able to communicate, not knowing how the other person is going to respond. ആ നിലയിലുള്ള പരിധി ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ആശയവിനിമയം ചെയ്യേണ്ട അനേക കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ആ സമയത്ത് പറയാൻ കഴിയാതെ വരും. But as we grow together, get to know one another, we get an access without any restriction. I can tell anything that is coming on my mind. നാം പരസ്പരം പിന്നീട് തുടർന്ന് വരുന്ന ആളുകളിൽ പരസ്പരം അറിയുകയും ആ നിലയിലുള്ള ഒരു ആക്സസ് നമുക്ക് ഉണ്ടാകുന്നത് മുഖാന്തരം ആ തടസ്സമില്ലാത്ത വിധത്തിൽ ആശയവിനിമയം നടത്തുവാൻ നമുക്ക് കഴിയും. So in family communication, we should always think, no, there should not be a barrier for my spouse to tell anything on her mind or his mind that needs to be communicated. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം എന്തെങ്കിലും ആശയവിനിമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തടസ്സവുമില്ലാതെ എന്തും ഏത് ആശയവിനിമയം നടത്തുവാനുള്ള അവസരം ഉണ്ടായിരിക്കണം. Next we see an unconditional listening ear. അടുത്തതായിട്ട് നാം കാണുന്നത് ഉപാധികളില്ലാതെ ശ്രദ്ധിക്കുന്ന ചെവികൾ. Always listening. എപ്പോഴും അത് ശ്രദ്ധിക്കുക. She keeps telling always something. I don't know what she's telling. അവള് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക, എനിക്കറിയത്തില്ല എന്തോ പറഞ്ഞത്. Or he keeps telling always something. I'm not interested in that. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. We should always have a listening ear to what the other partner is trying to communicate. നമ്മുടെ ജീവിത പങ്കാളി പറയുന്ന ആ കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. That is very, very essential in communication. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. And next we see a right attitude from both people, both parties. അടുത്തതായിട്ട് നാം കാണുന്നത് ഇരുഭാഗത്തു നിന്നുള്ള ശരിയായ ഒരു നിലപാട്. If the attitude is not right, the communication will not take place properly. നമ്മുടെ മനസ്ഥിതി ശരിയല്ലെന്നുണ്ടെങ്കിൽ ഈ ആശയവിനിമയം വേണ്ട വിധത്തിൽ നടക്കുകയില്ല. The wrong attitude is the number one barrier for the effective communication in Christian families. തെറ്റായ മാനസിക നിലപാടാണ് ഈ ആശയവിനിമയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന വേലിയായിട്ട് പലപ്പോഴും ക്രിസ്തീയ കുടുംബത്തിൽ നിൽക്കുന്നത്. So the right attitude. അത് ശരിയായ മനസ്ഥിതിയും നിലപാടും. And finally the appropriate place and time. അടുത്തത് അവസാനമായിട്ട് അതിനുവേണ്ടി അനുയോജ്യമായ സ്ഥലവും സമയവും. It is true that the husband and wife can communicate, anytime, anything, but then we need to be very careful about the surrounding. ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ത് കാര്യങ്ങളും ഏത് സമയത്തും എങ്ങനെയും പറയാമെന്നുള്ള സത്യമാണ്. എന്നാൽ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. There are certain things we will not be able to share when the children are around. കുട്ടികളുള്ള സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയില്ല. There are certain things that you cannot communicate when
in a public place. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചില കാര്യങ്ങളോട് ബന്ധത്തിൽ നമുക്ക് ആശയവിനിമയം ചെയ്യുവാൻ കഴിയുകയില്ല. So you need to be very much aware of the time and the place and the environment when you want to communicate. നാം ആശയവിനിമയം നടത്തുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ സമയവും സ്ഥലവും അതിന് ചുറ്റുപാടിനെ കുറിച്ചൊക്കെ നാം ബോധമുള്ളവരായിരിക്കണം. With that background, let me come to some biblical principles for communication. ആ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഇനിയും ആ വേദപുസ്തകത്തിൽ നിന്നുള്ള ചില തത്വങ്ങളെ